ഹായ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വെറൈറ്റി കേക്കുമായിട്ടാണ്. എല്ലാവർക്കും ഫെമിലിയറാണ് കേക്ക്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മളിത് മുന്നേ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെ ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റ് ആണ്, ആൻഡ് വൈറ്റ് സ്പഞ്ചാണ്. മറ്റേത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് സ്പഞ്ചാണ് യൂസ് ചെയ്തിരുന്നത്. സോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ട വിപ്പിംഗ് ക്രീമാണ്. ഇത് നമ്മൾ ബീറ്റ് ചെയ്തിട്ടില്ല. വിപ്പിംഗ് ക്രീം, ഷുഗർ സിറപ്പ്. കഴിഞ്ഞ ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കോഫി സിറപ്പാണ്. ഇത് പ്ലെയിൻ ഷുഗർ സിറപ്പാണ് നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടിലും ഫെമിലിയായിട്ട് സെയിം ആയിട്ട് വരുന്ന സാധനം എന്താ വെച്ചാൽ ഫ്രഷ് ചെറിയാണ്. ഈ ഫ്രഷ് ചെറി ചോപ്പ് ചെയ്താണ്, ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ചോപ്പ് ചെയ്തായി കാണുന്നത് നിങ്ങൾ. പിന്നെ അതിന് നോസിലുകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നത് നമുക്ക് വേണ്ട സ്പഞ്ചിന് നമുക്ക് ലെയർ ചെയ്യാം. അതിന് മുൻപേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം. ക്രീം ബീറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ടെക്സ്ചറിലേക്ക് നമുക്ക് ക്രീമിനെ കൊണ്ടുപോകും. സോ നമ്മൾ ആദ്യം നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളൊരു മീഡിയം സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ആ ഫോം രൂപപ്പെടുന്നവരെ. കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ആ ഫോം രൂപപ്പെട്ട് കഴിഞ്ഞു. നമ്മളിനി അടുത്ത് ചെയ്യാൻ വേണ്ടി ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക, നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. നമ്മുടെ ക്രീം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ക്രീം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എപ്പോഴും ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് വേണ്ട പോയിൻറ്റും, പിന്നെ രണ്ടാമത്തെ നിങ്ങൾ ഡിമോൾഡ് ചെയ്ത് വീഴാത്ത രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നതിന് സ്പഞ്ച് ലെയർ ചെയ്യാണ്. നമ്മൾ സ്ക്വയർ ആയിട്ടാണ് ഫ്രഷ് സ്പഞ്ച് എടുത്തിരിക്കുന്നത്. സ്പഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. സ്പഞ്ചിൻ്റെ എയർ ബബിൾ ചില സമയത്ത് വരാൻ ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നമ്മുടെ സ്പഞ്ചിൽ എയർ ബബിൾ വന്നിട്ടുണ്ട്. നമ്മൾ ഡസ്റ്റ് ചെയ്ത് നേരത്തെ പോരാഞ്ഞിട്ടാണ് ഈ എയർ ബബിൾ വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ ലെയർ ചെയ്യുമ്പം ആ ബബിൾ അടക്കം ചേർത്തിട്ട് അടുത്ത ലെയർ ചെയ്താൽ കുഴപ്പമില്ല. നിങ്ങൾ സ്പഞ്ച് എപ്പോഴും എടുക്കുമ്പോൾ വലിയ ഷീറ്റ് അടിച്ചിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചില സമയത്ത് ഷേപ്പ്, ഇപ്പോൾ കോർണറിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ സ്പഞ്ചിൻ്റെ ഷേപ്പ് ചില സമയത്ത് ബെൻഡായി അല്ലെങ്കിൽ സ്ലോപ്പായിട്ട് വരാൻ ചാൻസ്. പക്ഷേ നിങ്ങൾ ലെയർ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ലെയറിങ് കഴിഞ്ഞു. രണ്ടാമത്തെ ലെയറായി, മൂന്നാമത്തെ ലെയർ നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ നമ്മുടെ സ്പഞ്ചിന് സോഫ്റ്റനിങ് ആണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങളൊരു പെല്ലറ്റ് നൈഫ് എടുത്തിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക. സ്പഞ്ച് പ്ലേസ് ചെയ്യുക നിങ്ങളുടെ. ശേഷം സ്പഞ്ചിനെ സോഫ്റ്റനിങ് ചെയ്യുക നമ്മൾ. നമ്മൾ അതിന് മേലെ ക്രീം അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് എക്സസ് ക്രീം എപ്പോഴും എടുത്ത് കളയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പെല്ലറ്റ് നൈഫ് ഒന്ന് മാറ്റുകയാണ്, കാരണം നമ്മൾ യൂസ് ചെയ്തിരുന്ന ബെൻഡ് പെല്ലറ്റാണ്. മാറ്റിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് പെല്ലറ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ പെല്ലറ്റ് നൈഫ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഡിപ്പെൻഡാണ്. നിങ്ങൾക്ക് ഏത് പെല്ലറ്റ് നൈഫാണ് യൂസ് ചെയ്യാൻ എളുപ്പം വെച്ചാൽ ആ പെല്ലറ്റ് നൈഫ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പെല്ലറ്റ് നൈഫ്. നിങ്ങളുടെ ചെറി നമ്മൾ ചോപ്പ് ചെയ്ത് ചെറിയാണിത്. ഈ ഫുൾ ചെറിയാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് സീഡ് എടുത്ത് കളയാനും, സീഡ് ഒരിക്കലും കുടുങ്ങരുത്. നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം ചെറി. നിങ്ങളുടെ ചെറിയ വേറെ പെല്ലറ്റ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ചെറി ഒരുവിധം എല്ലാ സ്ഥലത്തും സ്പ്രെഡായി കഴിഞ്ഞു. എല്ലാ ഭാഗത്തും ചെറി എത്തിയിട്ടുണ്ട്. നമ്മൾ ചെറി യൂസ് ചെയ്യുന്ന ചെറി എന്ന് പറയുന്നത് എപ്പോഴും ക്യാൻഡ് ആയിട്ടുള്ള ഫ്രഷ് ചെറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഡ്രൈ ചെറി അല്ല. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഡ്രൈ ചെറി അവൈലബിൾ ആണ്. ശ്രദ്ധിക്കുക, ഒരിക്കലും മാറിപ്പോകരുത്. ഡ്രൈ ചെറി എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിലിട്ട് വെച്ച ചെറിയാണ്. ബേക്കറികളിൽ വാങ്ങാൻ കിട്ടുന്ന റെഡ് കളർ, ഡാർക്ക് റെഡ്, അതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ചെറിയാണ്. കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഇതാണ് ഫ്രഷ് ചെറി എന്ന് പറയുന്നത്. എപ്പോഴും ഷുഗർ സിറപ്പിൽ ഡിപ്ഡ് ആയിരിക്കും, ക്യാൻഡ് ആയിരിക്കും അത്. സോ നമ്മൾ ഇനി അടുത്ത ലെയർ നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്പഞ്ചിന് നമ്മളൊന്ന് സോഫ്റ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും നിങ്ങൾ ക്രീം അപ്ലൈ ചെയ്യാം. വീണ്ടും നമ്മൾ അടുത്ത ലെയറിങ്ങിന് സിസ്റ്റമായ പ്രൊസീജിയറായ നമ്മൾ ചെറി നമ്മൾ ഫില്ലിങ് ഇടുകയാണ്. വേണ്ട ഫില്ലിങ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ നേരത്തെ ഇതേപോലെ നൈഫ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ എല്ലായിടത്ത് സ്പ്രെഡായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചെറിയ എല്ലായിടത്ത് സ്പ്രെഡാണ് നമ്മൾ ചെറി. നമ്മൾ ഫൈനൽ ലെയർ വയ്ക്കണം അതിന് മുകളിൽ. സോ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എവിടെയാണ് കട്ട് ചെയ്ത് ആ ഭാഗം അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കുക അതിന് മുകളിൽ. ഫൈനൽ ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞു. നമ്മുടെ സ്പഞ്ചിന് നമ്മൾ സോഫ്റ്റിങ് ചെയ്യാണ്. നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സൈഡ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. പല നൈഫോൺ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ സ്പഞ്ചിൻ്റെ ലെവൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ ആ ക്രീം വെച്ച് നിങ്ങൾ ബാലൻസ് ചെയ്യുക. കാരണം നമ്മുടെ കേക്ക് ലെവൽ ചെയ്യണം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ. എവിടെയെങ്കിലും ക്രീമിൽ സ്പഞ്ചിൽ എവിടെയെങ്കിലും ക്രീം ഫിനിഷിങ് ആകുന്നുണ്ട്, ആ ഭാഗത്ത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് ബാലൻസ് ചെയ്യുക. നമ്മുടെ സ്ക്രാപ്പർ വെച്ച് ജസ്റ്റ് സൈഡ് ഒന്ന് വൈപ്പ് ഫിനിഷ് ചെയ്തെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്തെടുക്കരുത്, നിങ്ങളുടെ കേക്കിൻ്റെ ഫിനിഷിങ് പോകുന്ന എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഒരു പെരൽ നൈഫ് ഉപയോഗിച്ചിട്ട് മേലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുക, ഫിനിഷിങ് ചെയ്യുക. നമ്മൾ കേക്കിന് ഫിനിഷിങ് കഴിഞ്ഞു. നമ്മളിനി അതിനെ സൈഡിൽ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേക്കിൻ്റെ സൈഡ് ഭാഗമെല്ലാം വൈപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈഡിൽ ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് കോമ്പൗണ്ടാണ്. വൈറ്റ് കോമ്പൗണ്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക, അപ്പോൾ ബെറ്റർ ആയിരിക്കും.
നമുക്കിത് കേക്കിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്യാം. എക്സസ് ഉള്ള ചോക്ലേറ്റ് മെല്ലെ കളയാം. വേസ്റ്റേജ് എപ്പോഴും കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യുമ്പോൾ. സൈഡിൽ നന്നായിട്ട് കവർ ചെയ്യാം. നമ്മൾ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് എത്തിയുള്ള പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും സ്റ്റിക്കായി കഴിഞ്ഞു. നമ്മുടെ സ്ക്രാപ്പർ ക്ലീൻ ചെയ്യുക. ശേഷം നമ്മൾ എക്സസ് ഉള്ള ചോക്ലേറ്റ് മെല്ലെ എടുക്കുക. നമ്മളിപ്പോൾ കാണിക്കുന്ന നിങ്ങൾക്ക് സിമ്പിൾ ടെക്നിക്സ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്ക്രാപ്പറോ സ്പെച്ചിലോ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചോക്ലേറ്റ് അവിടെ നന്നായിട്ട് ക്രീമിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് കവർ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ക്രീമിൻ്റെ കൂടെ ചോക്ലേറ്റ് ഒട്ടി പോരത്തില്ല. സോ നമ്മുടെ സൈഡിലാണ് ചോക്ലേറ്റ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ട പൈപ്പ് ബാഗ് എടുക്കുക നമ്മുടെ. എന്നിട്ട് ചെറിയ സ്റ്റാർ നോസിലെടുക്കുക. അത് നിങ്ങളുടെ ക്രീം ഇതിൽ ഫില്ല് ചെയ്യുക. മെല്ലെ സൈഡിൽ നിന്ന് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ 4 കോർണറിലും നിങ്ങൾ ഫ്ലവർ ചെയ്യുക. അത് നമ്മുടെ ചെറി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് കേക്കിൻ്റെ സൈഡ് ഭാഗം കവർ ചെയ്യാനുള്ളതാണ് നമ്മുടെ സെറ്റപ്പ്. നല്ല ക്രീം എടുക്കുക നമുക്ക്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ മറ്റ് കളറുകൾ യൂസ് ചെയ്തിരിക്കുക. കാരണം ഇതിൻ്റെ പേര് വൈറ്റ് ഫോറസ്റ്റ് എന്നാണ്. സോ യൂസ് ഓൾമോസ്റ്റ് വൈറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ ഒരു 99% റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെറി വെക്കണം. അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന് നടുക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സ്ക്രാപ്പ് ചെയ്തിരുന്നത് അതിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും കേക്കിന്. സോ നമ്മൾ നേരത്തെ എടുത്തിട്ട് ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ എടുത്തതിൻ്റെ ബാക്കി. നമുക്കതിൽ സ്ക്രാപ്പ് ചെയ്തിടാം.
ചോക്ലേറ്റ് നമ്മളിതിൽ സ്ക്രാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇത് ജസ്റ്റ് നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ കൊണ്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് കാണിക്കാം. നടുവിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എടുത്ത് വെച്ച ചെറിയിൽ ഹോളായിട്ടുള്ള ചെറി നമ്മളതിന് നടുക്ക് വെക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയി കഴിഞ്ഞു. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ കേക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.